ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുകയാണ്: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. പൗലോസ് അപ്പസ്തോലൻ എഫേസൂസിലെ സഭയിലെ ശ്രേഷ്ഠന്മാരോട് നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നത്. 25 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ, ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ടാണ് ഒരു വിട പറയലിൻ്റേതായ ഇനി ഒരിക്കലും നേരിട്ട് കാണുവാൻ സാധ്യതയില്ലാത്ത വിധം ഒരു മരണത്തിലേക്കുള്ള വിടപറയൽ പ്രസംഗം നടത്തുന്ന അവസരത്തിലാണ് ശ്ലീഹ ഇത് അവരോട് പറയുന്നത്. വെച്ചാൽ എഫേസസിലെ സഭയിലെ ശ്രേഷ്ഠന്മാർ ഇന്നത്തെ പശ്ചാത്തലത്തിൽ സഭയുടെ ആരാധനക്രമ ശുശ്രൂഷാപരമായ ക്രമീകരണങ്ങളാകുന്ന ആ പരിശുദ്ധമായ ക്രമത്തിൻ്റെ, ശുശ്രൂഷാക്രമത്തിൻ്റെ അഥവാ തിരുപ്പട്ടത്തിൻ്റെ, പൗരോഹിത്യ ക്രമത്തിൻ്റെ അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ ഇന്നത്തെ വൈദികരോടായിട്ട്, എഫേസൂസിലെ പുരോഹിതരോടായിട്ട് അപ്പസ്തോലൻ പറയുക: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എഫേസൂസിലെ പുരോഹിതരോട് പറയുകയാണ്, നിങ്ങൾ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണ്. ഇവിടെ പറയുക എന്തുകൊണ്ടാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ? നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എന്തുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ? 29-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ പറയുക: എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ല എന്നും എനിക്കറിയാം. സ്നേഹമുള്ളവരെ, സഭയെക്കുറിച്ചുള്ള സ്നേഹവും സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും മനസ്സിൽ പേറുന്ന ഒരു അപ്പസ്തോലൻ്റെ ആത്മഭാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ഈ ഓർമ്മപ്പെടുത്തലിന് അപ്പസ്തോലന് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ നാം പല അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പല വേദികളിൽ, പല അവസരങ്ങളിൽ ശ്ലീഹ അത് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നുണ്ട്: ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെയാണ് എന്ന് നാം വായിച്ചു കേൾക്കുമ്പോൾ ശ്ലീഹ അനുഭവിച്ച ഉത്കണ്ഠയുടെ ആധിക്യം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ശ്ലീഹ തൻ്റെ ശ്ലൈഹികമായ അപ്പസ്തോലിക ശുശ്രൂഷയിലൂടെ കടന്നു പോകേണ്ടി വന്ന സഹനങ്ങളും വേദനകളും വിവരിച്ച് കേൾപ്പിക്കുകയാണ്. 23 മുതലുള്ള വാക്യങ്ങൾ: അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഒരു ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസന. കാരണം അദ്ദേഹം വിവരിക്കുകയാണ്, അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു,
വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, തവണ മരണവക്ത്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരന്മാരുടെ അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഓർക്കണം, കഴിഞ്ഞ കാല ജീവിതത്തിലെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ഭാഗമായി നടത്തിയ യാത്രകളിലും എടുത്ത ശുശ്രൂഷകളിലും അനുഭവിക്കേണ്ടി വന്ന നിർലോഭമായ വേദനകളെയും സഹനങ്ങളെയും അപ്പസ്തോലൻ വിവരിച്ച് കേൾപ്പിച്ചിട്ടാണ് പറയുന്നത്. ഇതൊന്നുമല്ല എൻ്റെ യഥാർത്ഥ വേദന, ഇവയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ഉത്കണ്ഠ, ഇവയൊന്നുമല്ല എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സഹനം. ഇവയ്ക്കെല്ലാം പുറമേ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. പറയുക, ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? സഭയെക്കുറിച്ചുള്ള വേദന, സഭയിലെ ഓരോ അംഗത്തെക്കുറിച്ചും ആ വ്യക്തിയുടെ ആത്മരക്ഷയെക്കുറിച്ചും ജീവിത വിശുദ്ധിയെക്കുറിച്ചുമുള്ള ഉത്കണ്ഠ കൊണ്ട് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സ്ലീഹയ ഒരു സഭയോട് വിട പറയുമ്പോൾ അദ്ദേഹം ആ സഭയിലെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഓരോ വ്യക്തിയോടുമായി ആ പുരോഹിതരോടായിട്ട് പറയുക, നിങ്ങളെക്കുറിച്ച് മാത്രമല്ല അജഗണം മുഴുവനെയും പറ്റി ജാഗരൂകരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഈ ഒരു മഹത്തായ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റവും പ്രത്യേകമായി ആ സഭയിലെ പുരോഹിതരെ വളരെ കൃത്യമായി പറഞ്ഞ് ഏൽപ്പിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ല എന്നും എനിക്കറിയാം. സ്നേഹമുള്ളവരെ, സഭയെ വേട്ടയാടുന്ന, സഭാ മക്കളെ വേട്ടയാടുന്ന ചെന്നായ്ക്കള് അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ആദിമ സഭയുടെ കാലഘട്ടം മുതലേ, അപ്പസ്തോലന്മാരുടെ കാലഘട്ടം മുതലേ സഭയെയും സഭാമക്കളെയും വേട്ടയാടുന്ന ചെന്നായ്ക്കള് ഇടമറിയാതെ എല്ലാ കാലഘട്ടത്തിലും മാനവ ചരിത്രത്തിൽ, സഭയുടെ ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്ന് വചനം തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായി ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ല എന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുവാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവിത വിശുദ്ധിയുടെ, ത്യാഗത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ഒരു ആൾരൂപമായി മാറിയ, സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്റ്റ് 16 പാപ്പ വേദനയോടെ സഭയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: സഭയുടെ ശത്രുക്കൾ സഭയുടെ ഉള്ളിൽ തന്നെയാണ്. സഭയെ നശിപ്പിക്കുന്ന സഭയുടെ ശത്രുക്കൾ സഭയുടെ ഉള്ളിൽ തന്നെയാണ്. പലപ്പോഴും ക്രിസ്തീയ നാമം പേറുന്നവരാ ഇന്ന് ക്രിസ്തുവിൻ്റെ ശത്രുക്കളായി, സഭയുടെ ശത്രുക്കളായി, ഈശോയുടെ മൗതിക ശരീരമായ സഭയിൽ ഭിന്നിപ്പും അസ്വസ്ഥതയും കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഈ കാലഘട്ടത്തിൻ്റെ തിരിച്ചറിവുകളുടെ ഭാഗം മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, സഭയെന്ന് പറയുന്നത് ഈശോയുടെ മൗതിക ശരീരമാണ്. സഭയെന്ന് പറയുന്നത് കേവലം ഒരു സാമൂഹ്യ സംഘടനയോ സാമൂഹ്യ സംവിധാനമോ ഒരു മതാത്മകമായ ചട്ടക്കൂടോ അല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ആത്മീയമായ ജ്ഞാനമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്.
സഭയെന്ന് പറയുന്നത് മിശിഹായുടെ മൗലിക ശരീരമാണ്. അത് പൗലോസ്ലീഹ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എഫെസോസ് ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ സ്ലീഹ നമ്മോട് പറഞ്ഞു, സഭ അവൻ്റെ ശരീരമാണ്. ആരാ? സഭ മിശിഹായുടെ ശരീരമാണ്. സഭയെന്ന് പറയുന്നത് മിശിഹായുടെ ശരീരമാണ്. അതുകൊണ്ട് ബെനഡിക്റ്റ് 16 പാപ്പ ക്രൈസ്തവ സഭയെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, സഭയെന്ന് പറയുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണശാലയല്ല. സഭയെന്ന് പറയുന്നത് ദൈവശാസ്ത്രജ്ഞന്മാർക്ക് തോന്നിയാസം വ്യാഖ്യാനിക്കുവാനും വിലയിരുത്തുവാനും പഠിപ്പിക്കുവാനുമുള്ള ഒരു പരീക്ഷണശാലയല്ല സഭയെന്ന് പറയുന്നത്. പിന്നെയോ സഭ അവൻ്റെയാ, സഭ ഈശോയുടേതാ, സഭ ഈശോയുടെ മൗലിക ശരീരമാണ്. ഈശോയുടെ ശരീരമായ സഭയിൽ പരീക്ഷണങ്ങൾ നടത്തുവാൻ ഒരു വ്യക്തിക്കും അവകാശമില്ല. സഭ ഈശോയുടേതാ, ഈശോ സ്വന്തമാക്കിയതാ, ഈശോ സ്വന്തമാക്കിയതാ. ഈശോ എങ്ങനെയാ ഈ സഭയെ സ്വന്തമാക്കിയതെന്നും സ്ലീഹ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ സഭയെ സ്വന്തമാക്കിയത് സ്വന്തം ജീവൻ വിലയായി കൊടുത്തുകൊണ്ടാണ്. സ്വന്തം ജീവൻ വിലയായി കൊടുത്തുകൊണ്ട് സ്വന്തം ജീവനേക്കാൾ വിലമതിക്കുന്ന തൻ്റെ സഭയെ ഈശോ സ്വന്തമാക്കി. എന്നിട്ട് എന്താ സഭയെ ചെയ്തത്? എഫെസോസ് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഓർക്കണം, ഈശോ സഭയെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചു. തൻ്റെ ജീവനെ സമർപ്പിച്ചു, തൻ്റെ ശരീരം സമർപ്പിച്ചു, തൻ്റെ രക്തം സമർപ്പിച്ചു, തന്നെ സമർപ്പിച്ചു. എന്തിനു വേണ്ടി? സഭയെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി. എന്നിട്ട് പറയുകയാ, അവൻ സഭയെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചു. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. യഹൂദന്മാര് തങ്ങളുടെ പെസഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തുമ്പോൾ നടത്തുന്ന ഒരു പ്രത്യേക പ്രവൃത്തിയുണ്ട്. ആ പെസഹായ്ക്കുള്ള കുഞ്ഞാടിനെ മുറിക്കുന്ന സമയം, ഈ കുഞ്ഞാടിനെ മുറിച്ച് കുഞ്ഞാടിൻ്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് വാതിലിൽ പൂശുന്ന ഒരു കർമ്മമുണ്ട്. ആദ്യത്തെ പെസഹായിൽ ദൈവം അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്ത അതേ കർമ്മം തന്നെ. സ്നേഹമുള്ളവരെ, ആദ്യത്തെ പെസഹായുടെ കാര്യം നമുക്കറിയാം. അവിടെ ഊനമറ്റ കുഞ്ഞാടിനെ മുറിച്ച് ആ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് വാതിൽപ്പടിയിൽ പൂശുന്ന കർമ്മം. ആ ഊനമറ്റ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വേണം, ആ രക്തത്തിൻ്റെ അടയാളത്താൽ വേണം യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ കുടുംബങ്ങൾ ശിക്ഷയിൽ നിന്ന്, സംഹാരദൂതനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ. ഇവിടെ സ്നേഹമുള്ളവരെ, അതേ സംഭവത്തിൻ്റെ പൂർത്തീകരണമാണ്. ഊനമറ്റ കുഞ്ഞാടായ, ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിലേറ്റെടുക്കുന്ന ആ യഥാർത്ഥ പെസഹ കുഞ്ഞാടായ മിശിഹ മുറിയപ്പെടാൻ പോകുന്ന ഈശോയുടെ ശരീരത്തിൽ നിന്നും ചിന്തപ്പെടാൻ പോകുന്ന ഈശോയുടെ രക്തത്തിൻ്റെ പ്രതീകമായ ഈ ജലം പാത്രത്തിലെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. സ്വന്തം ജീവൻ്റെ പ്രതീകമായ, സ്വന്തം രക്തത്തിൻ്റെ പ്രതീകമായ, തൻ്റെ തന്നെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും പ്രതീകമായ ഈ വെള്ളം കൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ കഴുകി വിശുദ്ധീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ കഴുകി വിശുദ്ധീകരിക്കുന്നത്? പത്രോസുമായുള്ള സംഭാഷണത്തിൽ ആ പാദക്ഷാളന സമയത്ത് നാം മനസ്സിലാക്കുന്നുണ്ട്, തൻ്റെ വിശുദ്ധിയിൽ പൂർണ്ണമായ ഭാഗഭാഗിത്വം തൻ്റെ അപ്പസ്തോലന്മാർക്ക് ലഭിക്കുവാൻ വേണ്ടി ഈശോ തൻ്റെ അപ്പസ്തോലന്മാരുടെ, തൻ്റെ ശിഷ്യന്മാരുടെ, സ്ലീഹന്മാരുടെ പാദം കഴുകുകയാണ്, വിശുദ്ധീകരിക്കുവാൻ വേണ്ടി. അതാ ഇവിടെ വായിക്കുന്നത്, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും വിശുദ്ധിയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, ഇത്രമാത്രം ഈശോ തൻ്റെ സഭയെ സ്നേഹിക്കുകയാണ്. ഇത്രമാത്രം ഈശോ തൻ്റെ സഭയെ സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹം ഏറ്റവും അധികം വ്യക്തമാക്കി കൊടുത്തത് ഈ പൗലോസ് അപ്പസ്തോലന.
കാരണം പൗലോസ് അപ്പസ്തോലൻ സഭയെ പീഡിപ്പിച്ചു നടന്നിരുന്ന സമയത്ത് ആ അപ്പസ്തോലന് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പസ്തോലൻ ചോദിക്കുകയാണ്, നീ ആരാ? അപ്പോൾ ഈശോ മറുപടി പറയുന്നത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവ ഞാനെന്ന്. സ്നേഹമുള്ളവരെ, അപ്പസ്തോലന് മനസ്സിലായി താൻ പീഡിപ്പിച്ചത് സഭയെ ആണ് എങ്കിലും ഈശോയ്ക്ക് അത് ഈശോയെ പീഡിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈശോയുടെ മൗതിക ശരീരമായ സഭയിലുണ്ടാകുന്ന ഓരോ മുറിവും ഓരോ വേദനയും അത് ഈശോയുടെ തന്നെ മുറിവും വേദനയുമായി ഈശോയ്ക്ക് അനുഭവപ്പെടുന്നുവെന്ന് ശ്ലീഹായ്ക്ക് മനസ്സിലായതുകൊണ്ട് ആ ഈശോയെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ഞാൻ ഈശോയുടെ സഭയെ സ്നേഹിക്കും. ഈശോയെ സ്നേഹിക്കുവാനുള്ള മാർഗമെന്ന് പറയുന്നത് ഈ സഭയെ സ്നേഹിക്കുന്നതാണ്. ഈ സഭയെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്കും ഈശോയെ സ്നേഹിക്കാനാവുകയില്ല. കാരണം സഭയിൽ നിന്ന് വേർപെട്ട് ഈശോയെ ഇന്നും ഒരിക്കലും ഒരു വ്യക്തിക്കും സ്നേഹിക്കാനോ സ്വീകരിക്കാനോ സാധിക്കില്ല. സഭയിലാണ് ഒരു വ്യക്തിക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുന്നത്. സഭയിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ സഭയെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈശോയെ സ്നേഹിക്കുവാനും ഈ സഭയെ ശുശ്രൂഷിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈശോയെ ശുശ്രൂഷിക്കുവാനും ഈ സഭയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈശോയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. അതേ സ്നേഹമുള്ളവരെ, സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ ഈ ലോകത്തിലെ സാന്നിധ്യമെന്ന് പറയുന്നത് അത് സഭയിലെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തിൽ ഈശോ തന്നെ ഇല്ല എന്ന ആദിമ നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ മിശിഹായുടെ സാന്നിധ്യം എന്ന് പറയുന്നത് സഭയിൽ വിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന സഭയിലെ സാധിക്കുകയുള്ളൂ. സഭയിൽ ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ ദൈവജനം ഒരു അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമാണ് അവിടെ വിശുദ്ധ കുർബാന ഉണ്ടാകുന്നത്. ആ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ മിശിഹായിക്ക് യഥാർത്ഥമായ ഒരു സാന്നിധ്യം പോലുമുള്ളൂവെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് ഈശോയെ നമുക്ക് ലഭിക്കുന്നത്, ഈശോയെ നാം ദർശിക്കുന്നത്, ഈശോയെ നാം അനുഭവിക്കുന്നത് സഭ നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാനയിലാണ് എങ്കിൽ, വിശുദ്ധ കുർബാനയിലൂടെയാണ് എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈശോയെ അറിയുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയെ മനസ്സിലാക്കുവാൻ, ഈശോയെ സ്വീകരിക്കുവാൻ സഭ മാത്രമാണ് നമുക്ക് മാർഗമെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഇന്ന് താൻ സ്നേഹിക്കുന്ന, തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോ സ്വയം ദാനമായി നൽകുന്നത് ഈ സഭയിലൂടെയാണ് എങ്കിൽ, സഭയുടെ ശുശ്രൂഷകളിലൂടെയാണ് എങ്കിൽ, സഭയുടെ കൂദാശകളിലൂടെയാണ് എങ്കിൽ, ഈ സഭയുടെ ശുശ്രൂഷകളിലൂടെയും കൂദാശകളിലൂടെയും മാത്രമാണ് എങ്കിൽ ഈശോ സഭയെ എന്തുമാത്രം വിലമതിക്കുന്നുവെന്ന് ഈ കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ അധികമൊന്നും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഈശോ സ്നേഹിക്കുന്ന, ഈശോ വിലമതിക്കുന്ന ഈ സഭയെ ഞാൻ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്, ഈശോയെ വിലമതിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ സഭയിൽ ഈശോ തൻ്റെ ശുശ്രൂഷയുടെ മഹത്തായ ക്രമീകരണം നടത്തിയിരിക്കുന്നത് തൻ്റെ പൗരോഹിത്യത്തിലൂടെയാണ്. അതെ, നമുക്കറിയാം, മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നുണ്ട്. പക്ഷേ ഈശോ പ്രത്യേകമായി ഈ പങ്കുപറ്റുവാനുള്ള അനുവാദം നൽകുന്ന വേറെ ചില വ്യക്തികളുണ്ട്. മാമോദീസയ്ക്ക് അപ്പുറത്ത് ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗഭാഗിത്വം ലഭിക്കുന്നവർ നാം വായിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വചനം നമുക്ക് പറഞ്ഞു തരിക, അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല.
ശുശ്രൂഷയുടെ പൗരോഹിത്യം ദൈവം ചില വ്യക്തികൾക്ക് പ്രത്യേകമായി നൽകുകയാണ്. ശുശ്രൂഷയുടെ ഈ പൗരോഹിത്യം അത് നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ എഫെസൂസിലെ സഭയോട് പൗലോസ്ലീഹ പറയുന്നവിടത്ത് നാം കാണുന്നത് അത് എഫെസൂസിലെ ശുശ്രൂഷ പൗരോഹിത്യം ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠന്മാർ, പ്രിസ്ബിറ്ററോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രീസ്റ്റ്, പുരോഹിതരോട് ആണ് പറയുന്നത്, നിങ്ങൾ പ്രത്യേകം ജാഗരൂകതയുള്ളവരായിരിക്കണം. നിങ്ങൾ പ്രത്യേകം ജാഗരൂകതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകമായ ഉത്തരവാദിത്തമുണ്ട്. ദൈവവചനത്താലും കൂദാശകളാലും അജഗണം മുഴുവനെയും ആത്മീയമായി ശുശ്രൂഷിക്കുവാനും ഈശോയുടെ മൗതിക ശരീരമായ സഭയോട് ചേർത്ത് നിർത്തുവാനും അങ്ങനെ ആത്മരക്ഷയുടെ വഴിയിൽ നിലനിർത്തുവാനും ഈശോയാകുന്ന വഴിയിൽ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്തം. സ്നേഹമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മറുവശം കൂടിയുണ്ട്. ഈ സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ പുരോഹിതരോട് ചേർന്ന് നിൽക്കുമ്പോൾ, കാരണം സഭയുടെ കൗദാശികമായ ശുശ്രൂഷകൾ ഇന്ന് നിറവേറ്റുന്ന ഈ പുരോഹിതരോട് ആത്മീയമായി നാം ഐക്യപ്പെടുമ്പോഴാണ്, ആത്മീയമായി ഈ പുരോഹിതരോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിലെ, ഈശോയുടെ ജീവിതത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, സ്വർഗത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പുരോഹിതരോട് ചേർന്ന് നിൽക്കാതെ നാം ചിതറിപ്പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, സഭയല്ല ചിതറുന്നത്. അങ്ങനെ ചിതറിപ്പോകുന്ന ഓരോ വ്യക്തികളും ഈശോയിൽ നിന്ന് അകന്നു പോവുകയും ഈശോയുടെ കൃപയിൽ നിന്ന് അകന്നു പോവുകയും സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ ചെന്നായ്ക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, പൗലോസ്ലീഹ പ്രവചിക്കുന്ന ആ ചെന്നായ്ക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അജഗണത്തെ പുരോഹിതരിൽ നിന്നും എങ്ങനെ അകറ്റിക്കൊണ്ടു പോകാമെന്ന. ഇന്ന് പലതരത്തിലുള്ള ദുരാരോപണങ്ങളിലൂടെയും പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെയും ശത്രുവായ പിശാച് ചെന്നായ്ക്കളെ പോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവജനത്തെ പുരോഹിതരിൽ നിന്നും, പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളിൽ നിന്നും, പൗരോഹിത്യത്തിൻ്റെ കൂദാശകളിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുവാനാണ്. ഈ കാലഘട്ടത്തിൽ ദൈവജനം ജാഗരൂകത പാലിക്കേണ്ട മേഖലയായി ഇത്. നാം ദൈവജനം എന്ന നിലയിൽ ഈശോയുടെ പൗരോഹിത്യത്തോട്, ആ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ഈശോ പ്രത്യേകമായി ഭരമേൽപ്പിച്ചിരിക്കുന്ന പുരോഹിതരോട്, തിരുസഭയിലെ ആത്മീയ അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ദൈവകൃപ സ്വന്തമാക്കുവാൻ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ദൈവികമായ ജ്ഞാനം സ്വന്തമാക്കി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.